വെൽക്കം ടു മൈ ഫസ്റ്റ് എവർ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ്. ഞാൻ യൂഷ്വലി ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആൻഡ് ഐ നെവർ തോട്ട് ദാറ്റ് ഐ വുഡ് ചൂസ് എ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ്. ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് വന്നു ചേരാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒന്നായിരുന്നു എനിക്ക് ഒരു ട്രിപ്പ്. ആൻഡ് ദിസ് ട്രിപ്പ് വാസ് ടു മണാലി. ആൻഡ് ഇത് സംഭവിക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ തന്നെയാണ്, എൻ്റെ അമ്മ. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് പോകണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ആൻഡ് അമ്മ വഴിയാണ് ഞാൻ ട്രാവൽ വിത്ത് സന എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിനെ പറ്റി അറിയുന്നതും അവരെ കോൺടാക്ട് ചെയ്യുന്നതും. യൂഷ്വലി ഇവരുടെ സ്ലോട്ട്സ് പെട്ടെന്ന് ബുക്കാവും. അങ്ങനെ ഞാനും ഇവർക്ക് മെസ്സേജ് അയച്ചു. 2 സ്ലോട്ട് ഉടനെ എനിക്കും അമ്മയ്ക്കും വേണ്ടി ബുക്ക് ചെയ്തു. അങ്ങനെ ട്രിപ്പൊക്കെ ബുക്ക് ചെയ്ത് കേരള ടു ഡൽഹി ട്രെയിൻ ചൂസ് ചെയ്തത് കൊണ്ട് തന്നെ എങ്ങനെ 2 ദിവസം ട്രെയിനിൽ സമയം കളയും എന്നുള്ള നല്ല രീതിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 സിനിമ ഡൗൺലോഡ് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ ഒരു സിനിമ പോലും കണ്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് കുറേ റീൽസൊക്കെ എടുത്ത് ആദ്യം കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഞങ്ങൾ കാരണം മറ്റുള്ളവർക്കായിരുന്നു ട്രബിൾ. ഈവൺ കംപ്ലയിൻറ്റ് വാർണിങ്സ് വരെ കിട്ടി. ആ വാർണിങ്സിന് ശേഷമാണ് ഞങ്ങൾ കുറച്ച് നല്ല പിള്ളേരായിട്ട് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിലെത്തി. അനിയൻ ഡൽഹിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഡൽഹിയിലത്തെ തണുപ്പിനെ പറ്റി ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എത്തിയ ദിവസത്തിൻ്റെ പ്രത്യേകതയാണോന്ന് അറിയില്ല, വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കാഷ്വലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരുന്നു. അപ്പം ഞാൻ പുച്ഛിച്ച് തള്ളി, ഇതൊക്കെ സിമ്പിൾ എന്നുള്ള രീതിക്ക്. പിന്നീട് പഞ്ചാബിലൊരു ധാബയിൽ ഫുഡ് കഴിക്കാൻ നിർത്തിയപ്പോഴത്തേക്കുമാണ് ശരിക്കിനുള്ള തണുപ്പ് അങ്ങനെ അടിച്ചു കയറാൻ തുടങ്ങിയത്. അങ്ങനെ കയ്യിൽ കിട്ടിയ ജാക്കറ്റൊക്കെ എടുത്തിട്ട് സംസാരമൊക്കെ കുഴന്ന് പോണേയിരുന്നു. അപ്പോൾ ഐ റിയലൈസ്ഡ് ഓക്കെ, ഐ ആം ഹെഡിങ് ടുവേർഡ്സ് മൈ ഡെസ്റ്റിനേഷൻ. കാരണം മണാലിയിൽ -ഡിഗ്രിയാണ്. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ മണാലി എത്തി എന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഞങ്ങളൊരു ഡ്രൈ സൈഡ് ഓഫ് മണാലിയാണ് ഫസ്റ്റ് വിറ്റ്നസ് ചെയ്തത്. കാരണം ഈ പ്രാവശ്യം സ്നോഫോൾ ഭയങ്കര ലേറ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാവരും കുറച്ചധികം മാനിഫെസ്റ്റ് ചെയ്തതുകൊണ്ടാണെന്ന് അറിയില്ല, എല്ലാവർക്കും നല്ല രീതിക്ക് സ്നോയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഈവൺ തോ മണാലിയിൽ കുറേ ടൂറിസ്റ്റ് പെട്ടുപോകുന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും താങ്ക്ഫുള്ളി ഞങ്ങളുടെ ടീം ഭയങ്കര സേഫ് ആയിരുന്നു. ആൻഡ് ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. എ ഗ്രൂപ്പ് ഓഫ് യങ് ലേഡീസ് ഹു ആർ ഡൂയിങ് ദ ജോബ് ബ്രില്യൻ്റ്ലി എന്ന് വേണം പറയാൻ. അത്രയും അടിപൊളിയായിട്ടാണ് അവരെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. ആൻഡ് മേ ബി ഈ ഒരു ടീമിൻ്റെ ഒപ്പം പോയതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഇത്രയും സ്ട്രെസ് ഫ്രീ ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് 101% എനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. സോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോസിനായി വെയിറ്റ് ചെയ്യുക. ബൈ.